2026 മെയ് 2-ാം തീയതി ഡിഗ്രി പ്രിലിംസിന്റെ ഒന്നാം ഘട്ടം നടക്കാൻ പോവാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. മെയ്യിൽ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകളും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ APO മെയിലിന്റെ എക്സാമും ഒക്കെ വരുന്നുണ്ട്. സോ 2026 കൊണ്ടുപിടിച്ച് പഠിക്കേണ്ട ഒരു പരീക്ഷാ കാലമാണ്. എന്നിരുന്നാൽ പോലും ഇനി നോട്ടിഫിക്കേഷൻസ് വരുന്നില്ലേ? കാര്യം 2025 ഒരു ലോഡ് നോട്ടിഫിക്കേഷൻസ് PSC നമുക്ക് തന്നിട്ടുണ്ട്. 26 അപ്പോൾ ഇനിയൊന്നും വരാനില്ലേ എന്നുള്ള സംശയം നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ചും PSC പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രായപരിധി ഉയർത്തിയ വർഷം കൂടിയാണ് 2026. 40 വയസ്സ് വരെ ജനറൽ വിഭാഗത്തിന് 40 വയസ്സ് വരെയുള്ളവർക്ക് എക്സാംസിന് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ OBCക്ക് 43, SC STക്ക് 45 വയസ്സ് വരെയാണ് ഉയർന്ന പ്രായപരിധി ലഭിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനി വരുന്നുണ്ടോ? ഈ 2026 ഞങ്ങൾ ഉറ്റുനോക്കേണ്ടത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2026 കേരള PSC നമുക്കായി തരുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, പ്രതീക്ഷിത നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്ക് 10th ലെവൽ പോസ്റ്റുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കറിയാലോ നമ്മുടെ PSC പോസ്റ്റുകൾ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ എന്നിങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ 10th ലെവൽ പോസ്റ്റുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ 10th ലെവൽ പോസ്റ്റുകളിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പാവങ്ങളുടെ IAS ആയിട്ടുള്ള LDC തന്നെയാണ്. വേരിയസ് LDC നോട്ടിഫിക്കേഷൻ 2026 നമുക്കുണ്ടാകും. അടുത്ത വർഷം പരീക്ഷ നടക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം LDCയുടെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 2025 അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2028 വരെ ഉണ്ടാകും. അപ്പോൾ 2028 ആ ലിസ്റ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ ലിസ്റ്റ് വരണം. അപ്പോൾ 28 പുതിയ ലിസ്റ്റ് വരണമെങ്കിൽ 27 പരീക്ഷ നടക്കണം, 26 നോട്ടിഫിക്കേഷൻ ഉണ്ടാകണം. സോ ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ നമുക്ക് LDCയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. പാവങ്ങളുടെ IAS ആണ്, SSLC ആണ് യോഗ്യത. ഡിഗ്രിയോ PGയോ നിങ്ങൾക്ക് ഇനി എന്ത് പ്രൊഫഷണൽ ഡിഗ്രി യോഗ്യതകൾ ഉണ്ടെങ്കിൽ പോലും LDCയുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ പഠിക്കാനായിട്ട് കയറിയ 18 വയസ്സ് 19 വയസ്സൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 30,000 രൂപ റേഞ്ചിലുള്ള ആ ഒരു ശമ്പളം കിട്ടുന്ന, ഒരു സാലറി കിട്ടുന്ന ഒരു ജോലിയിലേക്കൊക്കെ കടക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ വേരിയസ് LDC എന്ന് പറയുന്നത് ഈ വർഷം ഉണ്ടാകും. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് LGS ആണ്. LGS ശരിക്കും 7ാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റാണ്. എങ്കിൽ പോലും നമ്മൾ അതിനെ 10th ലെവലിനകത്ത് ഉൾക്കൊള്ളിച്ച് പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ LGSന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം വേരിയസ് LGS എന്ന് പറയുന്നത് +2 വരെയുള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഡിഗ്രിക്കാർക്ക് LGS എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രായപരിധി 40 ആക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഡിഗ്രിക്കാർക്ക് LGS എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു നിയമവും നിലനിൽക്കെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞെട്ടിക്കുന്ന കുറേ കണക്കുകളുണ്ട്. ഇപ്പോൾ കേരള PSCയിൽ ഏകദേശം 70 ലക്ഷത്തിലധികം പേരാണ് പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രായപരിധിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഏകദേശം 16ഓളം ലക്ഷം ആളുകൾക്ക് അപേക്ഷിക്കാൻ, പല പരീക്ഷകൾക്കും അപേക്ഷിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ അടിസ്ഥാന വിദ്യാഭ്യാസം 10ാം ക്ലാസ്സോ +2 ഒക്കെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള കുറേ പേര് പ്രായം അധികമായി പോയതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തവണ വിളിക്കുന്ന LGS എന്ന് പറയുന്നത്. സോ കട്ടയ്ക്ക് പഠിച്ചോളുക. നമുക്കറിയാം 2026 ഫെബ്രുവരി 27 പ്രായപരിധി ഉയർത്തിക്കൊണ്ടുള്ള ഒരു റൂള് വന്നത്. സോ ഇനി അങ്ങോട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനുകൾക്കും ഉയർന്ന പ്രായപരിധി 40 ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. 7ാം ക്ലാസ് മുതൽ +2 ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന LGS, വേരിയസ് LGSഉം ഈ വർഷം വരാനിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലും കേരള PSC പോലുള്ള സ്ഥാപനങ്ങളിലെ ഓഫീസ് അറ്റൻഡന്റ്, നമ്മൾ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പോസ്റ്റ്, ആ പോസ്റ്റിലേക്കും SSLC ആണ്, ആ പോസ്റ്റിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കായിട്ടുള്ള നോട്ടിഫിക്കേഷൻ 2026 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് യൂണിവേഴ്സിറ്റികളിലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആണ്. യൂണിവേഴ്സിറ്റികളിലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെയും കേരള PSCയിലെയും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഈ 2 പോസ്റ്റുകളും 10ാം ക്ലാസ് യോഗ്യതയാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാലോ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ വേർഡ് പ്രോസസ്സിങ്ങിൽ ഉള്ള ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ടൈപ്പിംഗ് അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സിങ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. 10ാം ക്ലാസ്സിനോടൊപ്പം അധിക യോഗ്യതയായിട്ട് അതുകൂടി ഈ 2 പോസ്റ്റുകൾക്കും പറയുന്നുണ്ട്. അപ്പോൾ ആ 2 പോസ്റ്റുകളും യൂണിവേഴ്സിറ്റികളിലെയും ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള PSC പോലുള്ള സ്ഥാപനങ്ങളിലെയും കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനും 2026 നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ടൈപ്പിംഗ്
ടൈപ്പിംഗ് ഒക്കെ ടൈപ്പൊക്കെ പഠിച്ചവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോഴേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, മുന്നൊരുക്കങ്ങൾ നിങ്ങൾ നടത്തി തുടങ്ങുക. ഇപ്പോൾ LDK LGSനൊക്കെ വേണ്ടിയിട്ട് ഓൾറെഡി ആളുകൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങളും തയ്യാറെടുപ്പുകൾ നടത്തി തുടങ്ങുക. ഓക്കെ, ഇനി 12th ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 12th ലെവൽ എന്ന് പറയുമ്പോൾ യൂണിഫോം പോസ്റ്റുകളാണ് വരുന്നത്. സോ CPO സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർവുമൻ, സിവിൽ എക്സൈസ് ഓഫീസർ, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും, അത് വർഷാവർഷം വരുന്നതാണ്. സോ 12th ലെവൽ പോസ്റ്റ്, യൂണിഫോം പോസ്റ്റ്. സത്യം പറഞ്ഞാൽ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ജോലിയിൽ കയറുന്നത് യൂണിഫോം പോസ്റ്റുകൾ വഴിയാണ് അല്ലേ. അപ്പോൾ ഓരോ വർഷം, ഇപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മളൊരു പാസിംഗ് ഔട്ട് പരേഡ് അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ അല്ലെ, തിരുവനന്തപുരത്ത് നമ്മളൊരു പാസിംഗ് ഔട്ട് പരേഡ് കണ്ടതേ ഉള്ളൂ. അപ്പോൾ സോ ഈ ഒരു പോസ്റ്റുകളിലേക്ക് ഒരുപാട് ചെറുപ്പക്കാർ ജോലിക്ക് കയറുന്നതാണ്. അപ്പോൾ ഓരോ വർഷവും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. സോ 6 യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനും 12th ലെവൽ യോഗ്യതയായിട്ടുള്ള നോട്ടിഫിക്കേഷനുകളും 2026 നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഡിഗ്രി ലെവൽ പോസ്റ്റ് അല്ലെ, PSC പഠിക്കുന്ന ഓരോ ആളുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഒരു ഡിഗ്രി ഉള്ളവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ക്ലിയർ ചെയ്യണം എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ഡിഗ്രി ലെവലിലേക്ക് നമുക്ക് 2 നോട്ടിഫിക്കേഷനുകളാണ് നമ്മൾ 2026 എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് LSGD സെക്രട്ടറിയാണ്, അതായത് പഞ്ചായത്ത് സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ പഞ്ചായത്ത് സെക്രട്ടറിയെയാണ് നമ്മൾ ഡിഗ്രി യോഗ്യതക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു പരീക്ഷ. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ SI ആണ്. നമ്മുടെ 12th ലെവൽ യൂണിഫോം പോസ്റ്റുകളെ പോലെ തന്നെ SI പോസ്റ്റിലേക്കും എല്ലാ വർഷവും എക്സാം വിളിക്കാറുള്ളതാണ്. സോ അതും LSGDയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻസ്. അതുപോലെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വരും വീഡിയോകളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. എന്നിരുന്നാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന 2 ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത് SIയും LSGD സെക്രട്ടറിയുമാണ്. ഓക്കെ, അപ്പോൾ 10th ലെവൽ 12th ലെവൽ ഡിഗ്രി ലെവലുകളിലായിട്ട് ഏകദേശം 10-ലധികം നോട്ടിഫിക്കേഷൻസ് നമ്മൾ 2025 എല്ലാവർക്കും എഴുതാൻ കഴിയുന്ന നോട്ടിഫിക്കേഷൻസിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. ഒരു ജനറൽ PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എഴുതാൻ കഴിയുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് 10-12ലധികം നോട്ടിഫിക്കേഷൻസ് നമുക്ക് 2026 വരുന്നുണ്ട്. ഇത് കൂടാതെ ടീച്ചിങ് പോസ്റ്റുകൾ നോക്കുന്നവർക്ക് ഏറ്റവും വലിയ അവസരം LP-UP ആണ്. LP-UP വരാനിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു മറ്റുള്ള ട്രേഡ് പഠിച്ചവർക്കുള്ള മറ്റ് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. സോ 2026 ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല വർഷം തന്നെയാണ്, ഒരുപാട് അവസരങ്ങൾ വരാനിരിക്കുന്ന വർഷം തന്നെയാണ് എന്ന് നിങ്ങൾ കരുതുക. സോ നമ്മൾ ചെയ്യേണ്ട ഇത്ര കാര്യമേ ഉള്ളൂ, 2025 വന്ന നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിക്കുക. അതേ പഠനത്തിന്റെ ആ ഒരു ഫ്യൂവല് നിങ്ങളുടെ ഉള്ളിൽ കത്തിത്തീരാതെ തന്നെ നിൽക്കണം. അതേ രീതിയിൽ വീണ്ടും പഠിച്ചു പോവുക. പുതിയ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അവിടെയും നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. വരും വർഷങ്ങളിൽ തന്നെ നിങ്ങളുടെ സ്വപ്ന സർക്കാർ ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനുകളുമായിട്ടും പരീക്ഷകളുമായിട്ടും സിലബസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും, പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതിൻ്റെ ഒക്കെ സംശയ നിവാരണമായിട്ടുള്ള വീഡിയോകളും ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാകും. സോ വീണ്ടും നമുക്ക് കാണാം. താങ്ക്